കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാവിലേക്കായിരുന്നു ഇന്നത്തെ യാത്ര. പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിൽ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്കായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടത്. അവിടെ എത്തുമ്പോൾ തന്നെ നേർച്ചയായി ലഭിച്ച പല മൃഗങ്ങളെയും നിങ്ങൾക്ക് കാവിന്റെ പരിസരത്ത് കാണാൻ സാധിക്കും. പാദരക്ഷകൾ ഊരിവെച്ച് കാല് കഴുകിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് കാവിലേക്ക് പ്രവേശിക്കാനാവൂ. പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രഭാവലയം തന്നെയാണ് ഈ കാവ്. കാവിന്റെ വെളിയിലെത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കും. അതിമനോഹരമായി അലങ്കരിച്ച ഈ പടിക്കെട്ടുകൾ കടന്നു വേണം നമുക്ക് കാവിലേക്ക് എത്തിച്ചേരാൻ. ഞങ്ങൾ ചെന്നത് കുംഭമാസം 1-ാം തീയതി ആയതുകൊണ്ട് കൈനീട്ടമായി ഓരോ രൂപ വീതം ഞങ്ങൾക്ക് 2 പേർക്കും ലഭിച്ചു. ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലകളുടെ സംരക്ഷണത്തിനായി ദിവസവും പൂജ നടക്കുന്ന കാവ് എന്നൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കാവിന്റെ ഐതിഹ്യത്തെക്കുറിച്ചല്ല, പ്രകൃതിയും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ഒന്നാകുമ്പോൾ മനസ്സിന് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയെക്കുറിച്ചാണ്. ഈ കാവിൽ ധാരാളം വാനര സഹോദരങ്ങളെയും നേർച്ചയായി ലഭിക്കുന്ന പശുക്കിടാങ്ങളെയും ആട്ടിൻകുട്ടികളെയും മറ്റ് ജീവിജന്തുജാലങ്ങളെയും നിങ്ങൾക്ക് കാണാനാകും. ഇവിടെ എത്തുമ്പോൾ നമ്മളും അവരും ഒന്നാവും. മനുഷ്യൻ വേർതിരിവില്ലാതെ പ്രകൃതിയുടെ ഭാഗമാവും. കാവിന് താഴെക്കൂടി ഒഴുകുന്ന അച്ചൻകോവിലാറിന്റെ തെളിനീര് പോലെ നമ്മുടെ മനസ്സും ശുദ്ധമാവും. ആദിമ ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ കാവ്. മനസ്സിനെ വിഷാദം ബാധിക്കുമ്പോൾ ഇനി എൻ്റെ ലക്ഷ്യസ്ഥാനം ആ കാവായിരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് ഞാൻ ആ കാടിറങ്ങിയത്.